Hello students, welcome back to chemistry crash course. Today we are going to discuss about the chapter surface chemistry. Surface chemistry plus 2 ലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള surface chemistry ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. What is surface chemistry? Deals with the study of nature of surface and different processes taking place at the surface. സർഫസിൽ നടക്കുന്ന പ്രതിഭാസങ്ങളെ പറ്റി പഠിക്കുന്ന കെമിസ്ട്രിയുടെ ഒരു ശാഖയാണ് സർഫസ് കെമിസ്ട്രി. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ് അഡ്സോർപ്ഷൻ എന്നാണ്. എന്താണ് അഡ്സോർപ്ഷൻ? Molecule of the one substance distributed over the surface of another substance. Molecule of the one substance distributed over the surface of another substance is called adsorption. ഒരു സബ്സ്റ്റൻസ് മറ്റൊരു സബ്സ്റ്റൻസിൻ്റെ സർഫസിൽ വരുന്ന ഒരു പ്രതിഭാസം, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അതിൽ രണ്ട് സബ്സ്റ്റൻസുകളുണ്ട്, മോളിക്യൂൾ ഓഫ് വൺ സബ്സ്റ്റൻസും ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദി സർഫസ് എന്ന് പറയുന്ന മറ്റൊരു സബ്സ്റ്റൻസും ഉണ്ട് അല്ലേ. അങ്ങനെ രണ്ട് സബ്സ്റ്റൻസുകളുണ്ട്. അതിലൊന്നാണ് അഡ്സോർബൻ്റ്, ഒന്നാണ് അഡ്സോർബേറ്റ്. ഇവിടെ നോക്കുക, ഇറ്റ് ഈസ് എ സർഫസ്, ഇറ്റ് ഈസ് എ സർഫസ്. ഇതാണ് എന്ത്? അഡ്സോർബേറ്റുകൾ. ഇതൊക്കെ എന്താണ്? അഡ്സോർബേറ്റുകളാണ്. ഇതൊരു സോളിഡ് സർഫസ് ആണ്. ഇത് ലിക്വിഡോ ഗ്യാസോ ആയിട്ടുള്ള അഡ്സോർബേറ്റുകളാണ്. ഇവിടെ അഡ്സോർബേറ്റുകൾ അഡ്സോർബൻറ്റിൻ്റെ മുകളിൽ എന്തായിരിക്കുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഈ പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഈ സർഫസിൽ നിന്ന് നമ്മളുടെ അഡ്സോർബേറ്റുകൾ ഈ അഡ്സോർബൻറ്റിൻ്റെ മുകളിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഡീസോർപ്ഷൻ. എന്ത് പറയുന്നു? ഡീസോർപ്ഷൻ. നെക്സ്റ്റ് ഇവിടെ നോക്കിക്കോ, ഇവിടെ നമ്മൾ പറഞ്ഞത് സർഫസിലാണെന്നാണ്. ഒരു സബ്സ്റ്റൻസ് മറ്റൊരു സബ്സ്റ്റൻസിൻ്റെ ബൾക്കിലേക്ക് എന്ത് ചെയ്യുന്നു? ഇറങ്ങിച്ചെല്ലുന്നു. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ. എന്താ പറയുക? അബ്സോർപ്ഷൻ എന്ന് പറയും. ഇവിടെ നോക്കുക, ഒരു സബ്സ്റ്റൻസിൻ്റെ ഉള്ളിലേക്ക് മറ്റൊരു സബ്സ്റ്റൻസ് എന്തായിരിക്കുന്നു? ഇറങ്ങിച്ചെന്നിരിക്കുന്നു. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഒരു സിസ്റ്റത്തിൽ തന്നെ അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും ഒരുമിച്ച് നടക്കുകയാണ്. അതിന് നമ്മൾ പറയുന്ന പേരാണ് സോർപ്ഷൻ. There are two types of adsorption. രണ്ട് ടൈപ്പ് അഡ്സോർപ്ഷൻസ് ഉണ്ട്. One is physical adsorption and the second one is chemical adsorption. ഒന്ന് എന്താണ്? ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആണ്, മറ്റൊന്നാണ് കെമിക്കൽ അഡ്സോർപ്ഷൻ ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കോ, എന്താണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻസ്? ഒരു സബ്സ്റ്റൻസ് വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സിലൂടെയാണ് മറ്റൊരു സബ്സ്റ്റൻസിന്റെ സർഫസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഫിസിസോർപ്ഷൻ എന്ന് പറയും. ഒരു സബ്സ്റ്റൻസ് മറ്റൊരു സബ്സ്റ്റൻസിന്റെ സർഫസിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽ ബോണ്ടിലൂടെയാണെങ്കിൽ നമ്മൾ പറയും കെമിക്കൽ അഡ്സോർപ്ഷൻ. എന്ത് പറയും? കെമിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയും. ഈ ഫിസിക്കൽ അഡ്സോർപ്ഷൻ വീക്കാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? റിവേഴ്സിബിൾ ആണ്. അഡ്സോർബൻറ്റും എന്താണ്? വേർതിരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. റിവേഴ്സിബിൾ പ്രോസസ്സാണ്. പക്ഷേ ഇതെന്താണ്? സ്ട്രോങ് കെമിക്കൽ ബോണ്ടാണ്, ഇറിവേഴ്സിബിൾ ആണ്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഈസ് നോട്ട് സ്പെസിഫിക് ബട്ട് കെമിക്കൽ അഡ്സോർപ്ഷൻ ഈസ് സ്പെസിഫിക്. ഓക്കെ, നെക്സ്റ്റ്, ടേക്ക് പ്ലേസ് അറ്റ് ലോ ടെമ്പറേച്ചർ. ഫിസിക്കൽ അഡ്സോർപ്ഷൻ നടക്കുന്നത് എപ്പോഴാണ്? ലോ ടെമ്പറേച്ചറിലാണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ നടക്കുന്നത്. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അഡ്സോർപ്ഷൻ്റെ റേറ്റ് ഡിക്രീസ് ചെയ്യും, ഡീസോർപ്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, കെമിക്കൽ അഡ്സോർപ്ഷൻ്റെ കേസിൽ ഹൈ ടെമ്പറേച്ചറിലാണ്. ഓക്കെ, ടേക്ക് പ്ലേസ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. നോക്കുക, ഇൻ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആക്ടിവേഷൻ എനർജി ഈസ് നോട്ട് റിക്വയർഡ്. ഇയാൾക്കൊരു ആക്ടിവേഷൻ എനർജിയുടെ ആവശ്യമില്ല. കാരണം എന്താണ്? വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് ആണ്, വെറുതെ അങ്ങ് നടന്നോളും. ഓക്കെ, ബട്ട് കെമിക്കൽ അഡ്സോർപ്ഷൻ എന്ത് ആവശ്യമുണ്ട്? ആക്ടിവേഷൻ എനർജി ആവശ്യമുണ്ട്.
ആവശ്യമുണ്ട്. നമ്മൾ ഇയാളിലേക്ക് കെമിക്കൽ അഡ്സോർപ്ഷൻ നടക്കുന്നത് വിചാരിക്കുക. അതിൽ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് അയാളുടെ ഫസ്റ്റ് കൊടുക്കുന്ന ടെമ്പറേച്ചർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ എന്തിനു വേണ്ടി ഉപയോഗിക്കും? നേരത്തെ പറഞ്ഞ പോലെ ഡീസോപ്ഷന് വേണ്ടി ഉപയോഗിക്കും. ഓക്കെ, നെക്സ്റ്റ്, മൾട്ടി മോളിക്കുലാർ ലെയേഴ്സ് ആർ ഫോംഡ്. ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ അതിൽ മൾട്ടി മോളിക്കുലാർ ലെയർ, ഇവിടെ ഒരു യൂണിമോളിക്കുലർ ആയിട്ടുള്ളൂ, ഇയാൾ മൾട്ടി മോളിക്കുലാർ ലെയേഴ്സ് എന്ത് ചെയ്യും? ഫോം ചെയ്യും ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആണെങ്കിൽ. കെമിക്കൽ അഡ്സോർപ്ഷൻ ആണെങ്കിലോ യൂണിമോളിക്കുലാർ ലെയേഴ്സ് ആർ ഫോംഡ്. ഇനിയും ഇതിൻ്റെ the extent of absorption is related to the ease of liquefaction of gas. Ease of liquefaction of gas. ഇതൊക്കെ അങ്ങനെ ഒന്നുമില്ല, റിലേഷൻ ഇല്ല. ഓക്കെ, ഇതൊക്കെയാണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ ആൻഡ് കെമിക്കൽ അഡ്സോർപ്ഷൻ. ഓക്കെ, അഡ്സോർപ്ഷൻ്റെ എക്സാമ്പിൾസ് ആണ് സിലിക്ക ജെൽ അഡ്സോർബ് മോയ്സ്ചർ. സിലിക്ക ജെൽ മോയ്സ്ചറിനെ അഡ്സോർബ് ചെയ്യും. നിങ്ങൾ കണ്ടിട്ടുണ്ട് വീട്ടിലേക്ക് ഫ്രിഡ്ജ്, TV, കമ്പ്യൂട്ടർ, അങ്ങനെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വാങ്ങി വരുന്ന സമയത്ത് അതിനുള്ളിൽ ചെറിയ ചെറിയ പാക്കറ്റുകൾ കാണാം, സിലിക്ക ജെൽ. അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? സിലിക്ക ജെൽ അഡ്സോർബ് മോയ്സ്ചർ. സിലിക്ക ജെൽ അഡ്സോർബ് മോയ്സ്ചർ. ചാർക്കോൾ ക്യാൻ അഡ്സോർബ് പോയ്സണസ് ഗ്യാസസ്. നമ്മൾ ഗ്യാസ് മാസ്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിൽ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ചാർക്കോൾ ആയിരിക്കും. എന്തായിരിക്കും ഉപയോഗിക്കുക? ചാർക്കോൾ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ എന്ന് നോക്കാം. എനർജി ലിബറേറ്റഡ് വെൻ 1 gram mole of substance adsorbed on the surface. 1 gram mole of substance ഒരു സബ്സ്റ്റൻസിൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്ന സമയത്ത് ലിബറേറ്റ് ചെയ്യപ്പെടുന്ന എനർജിയുടെ അളവാണ് എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്നറിയപ്പെടുന്നത്. നോക്കുക, അഡ്സോർപ്ഷൻ ഈസ് എ എക്സോതെർമിക് പ്രോസസ്. അഡ്സോർപ്ഷൻ എല്ലായ്പ്പോഴും എന്ത് പ്രോസസ്സാണ്? എക്സോതെർമിക് പ്രോസസ്സാണ്. അതായത് എനർജി എന്ത് ചെയ്യും? പുറത്തുവിടും, ലിബറേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, നമുക്ക് ഇനി നോക്കാം ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അഡ്സോർപ്ഷൻ. ആരൊക്കെയാണ് അഡ്സോർപ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് അഡ്സോർബേറ്റ്. നേച്ചർ ഓഫ് അഡ്സോർബേറ്റ്. ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് ലൈക്ക് CO2 and CH4 is adsorbed readily than natural gases like H2N2 etc. Next, nature and surface area of adsorbent. ഒരു അഡ്സോർബൻറ്റിൻ്റെ നേച്ചർ അല്ലെങ്കിൽ സർഫസ് ഏരിയ. ഒരു അഡ്സോർബൻറ്റിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും? അഡ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും. സർഫസ് ഏരിയ ഇൻക്രീസസ്, ദ അഡ്സോർപ്ഷൻ ആൾസോ ഇൻക്രീസസ്. നെക്സ്റ്റ്, പ്രഷർ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഇൻക്രീസസ്, അഡ്സോർപ്ഷൻ ഇൻക്രീസസ്. ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ പ്രഷർ കൂടുമ്പോൾ അഡ്സോർപ്ഷൻ എന്ത് ചെയ്യും? കൂടും. ഒരു പ്രത്യേക പ്രഷറിലെത്തുമ്പോൾ പ്രഷർ കൂടി ഹൈ ലെവൽ എത്തിക്കഴിഞ്ഞാൽ അഡ്സോർപ്ഷൻ എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് ആവും. അഡ്സോർപ്ഷൻ എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് ആവും. ആ പ്രഷറിന് പറയുന്ന പേരാണ് സാച്ചുറേഷൻ പ്രഷർ. പ്രഷറിന് പറയുന്ന പേരാണ് സാച്ചുറേറ്റഡ് പ്രഷർ. ഈ പ്രഷറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രണ്ട്ലിസ് അഡ്സോർപ്ഷൻ ഐസോതേം പറയുന്നത്. എന്ത് പറയുന്നത്? ഫ്രണ്ട്ലിസ് അഡ്സോർപ്ഷൻ ഐസോതേം. ഇത് ഇക്വേഷൻ x/m is equal to k into p raised to 1/n. n is an integer is always greater than 1. n is an integer always greater than 1. K is the constant, x is the mass of adsorbate, m is the mass of adsorbent, p is the pressure. At low pressure, x/m is directly proportional to pressure. x/m is directly proportional to pressure. Low pressure ആവുന്ന സമയത്ത് x/m ഉം പ്രഷറും എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അറ്റ് ഹൈ പ്രഷർ ഞാൻ പറഞ്ഞു, പ്രഷർ കൂടിക്കഴിഞ്ഞാൽ x/m is a constant. ഗ്രാഫ് നോക്കുക, x/m pressure graph increases, then saturated, then constant. Okay, നമ്മൾ ഈ ഇക്വേഷന് ലോഗരിതം എടുക്കുകയാണ്. രണ്ട് സൈഡിൽ ലോഗരിതം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ കിട്ടും log x/m is equal to log k plus 1/n p. log p. Okay, log x/m is equal to log k plus 1/n log p. എന്താണ് 1/n? 1/n is in between 0 and 1. 1/n is always in between 0 and 1. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്, log x/m log p.
ഓക്കെ. ഇനി ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ നാലാമത്തതാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇൻക്രീസസ്, adsorption, rate of adsorption decreases accordance with the Le-Chatelier principle. Le-Chatelier principle അനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അഡ്സോർപ്ഷൻ്റെ റേറ്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. പ്രഷർ കൂടുമ്പോൾ അഡ്സോർപ്ഷൻ കൂടുന്നു, ടെമ്പറേച്ചർ കൂടുമ്പോൾ അഡ്സോർപ്ഷൻ കുറയുന്നു. ഓക്കെ. ടെമ്പറേച്ചറിൻ്റെ കേസിൽ നമ്മൾ ഫിസിക്കൽ അഡ്സോർപ്ഷനെയും കെമിക്കൽ അഡ്സോർപ്ഷനെയും വേർതിരിച്ച് പറയുന്നുണ്ട്, അതിൽ ഗ്രാഫൊക്കെ പറയുന്നുണ്ട്. ഇനി അത് നോക്കാം. ഗ്രാഫ് നോക്കിക്കോ. നമ്മൾ പറഞ്ഞു അഡ്സോർപ്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ. ഇവിടെ നോക്കുക, ഫിസിക്കൽ അഡ്സോർപ്ഷൻ്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും, എന്ത് കുറയും? അഡ്സോർപ്ഷൻ്റെ റേറ്റ് കുറഞ്ഞു വരും. പക്ഷേ കെമിക്കൽ അഡ്സോർപ്ഷൻ്റെ കേസിലോ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് അഡ്സോർപ്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്ത് വരും. അറ്റ് ദി ബിഗിനിങ്, തുടക്കത്തിൽ എന്ത് ചെയ്യും? കൂടി വരും. ദെൻ ഡിക്രീസസ്. എന്തുകൊണ്ടാണ് ഫസ്റ്റിൽ ഇങ്ങനെ കൂടി വരാൻ കാരണം? നമ്മൾ പറഞ്ഞു ഫിസിക്കൽ അഡ്സോർപ്ഷനിൽ ആക്ടിവേഷൻ എനർജി ആവശ്യമില്ല, കെമിക്കൽ അഡ്സോർപ്ഷനിൽ എന്തുണ്ട്? ആക്ടിവേഷൻ എനർജി ആവശ്യമുണ്ട്. ഈ ഫസ്റ്റ് കൊടുക്കുന്ന ടെമ്പറേച്ചർ എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ആക്ടിവേഷന് വേണ്ടി യൂസ് ചെയ്യും. എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ആക്ടിവേഷന് വേണ്ടി യൂസ് ചെയ്യും. അതുകൊണ്ട് ഇത് എന്ത് ചെയ്യും? ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ ആണ്. യൂസ്ഡ് ഫോർ മേക്കിംഗ് ഗ്യാസ് മാസ്ക്, മേക്കിംഗ് വാക്യൂം സ്പേസ്, റിമൂവ് കളർ, യൂസ്ഡ് ഫോർ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്. മെറ്റലർജിയിൽ നമ്മൾ പഠിച്ചതാണ്. ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്, കൺട്രോൾ ഹ്യൂമിഡിറ്റി എക്സെട്ര. ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് ഈ ചാപ്റ്ററിൽ അടുത്ത ഭാഗമാണ് കാറ്റലിസ്റ്റ്. എന്താണ് കാറ്റലിസ്റ്റ്? Catalyst which alter the rate of chemical reaction. Catalyst is a substance which alter the rate of chemical reaction. അതിൽ ഇനി നോക്കുക, കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സ് ആൻഡ് കാറ്റലിറ്റിക് പോയ്സൺസ്. കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ കാറ്റലിറ്റിക് ആക്ടിവിറ്റി. ആ സബ്സ്റ്റൻസിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളാണ് കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സ്. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹാബർ പ്രോസസ്സിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അയണിനെ എന്ത് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ മോളിബിഡനത്തിന് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഇൻക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് അയണിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? മോളിബിഡനം യൂസ് ചെയ്യുന്നു. അതാണ് കാറ്റലിറ്റിക് പ്രൊമോട്ടേഴ്സ്. എന്താണ് കാറ്റലിറ്റിക് പോയ്സൺസ്? ഡിക്രീസ് ദ ആക്ടിവിറ്റി ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റിയെ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മൾ കാറ്റലിറ്റിക് പോയ്സൺസ് എന്ന് പറയുന്നത്. ഇനി നോക്കുക, ടൈപ്സ് ഓഫ് കാറ്റലിസ്റ്റ്. പോസിറ്റീവ് കാറ്റലിസ്റ്റ്, നെഗറ്റീവ് കാറ്റലിസ്റ്റ്. പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആ പേരിൽ തന്നെയുണ്ട്. എന്താണ്? വിച്ച് ഇൻക്രീസ് ദി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് പോസിറ്റീവ് കാറ്റലിസ്റ്റുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞ അയൺ എന്താണ്? ഒരു പോസിറ്റീവ് കാറ്റലിസ്റ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് നെഗറ്റീവ് കാറ്റലിസ്റ്റ് വിച്ച് ഡിക്രീസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളാണ് അതിൻ്റെ നെഗറ്റീവ് കാറ്റലിസ്റ്റുകൾ. ഇനി അടുത്തത് ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോമോജീനിയസ് കാറ്റലിസ്റ്റ് ആൻഡ് റിയാക്റ്റൻസ് ആർ ഇൻ സെയിം ഫേസ്. കാറ്റലിസ്റ്റും റിയാക്റ്റൻസും എന്താണ്? സെയിം ഫേസിലാണ്. ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് 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 ഇങ്ങനെ നിൽക്കുന്ന ആളുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമോജീനിയസ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ലെഡ് ചേംബർ പ്രോസസ്സ്, പ്രിപ്പറേഷൻ ഓഫ് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്, അതിൽ നമ്മൾ നൈട്രജൻ മോണോക്സൈഡ് എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നൈട്രജൻ മോണോക്സൈഡ് എന്താണ്? ഒരു ഗ്യാസ് ആണ്. അതിൽ സൾഫർ ഡൈ ഓക്സൈഡും കിട്ടുന്ന റിയാക്റ്റൻ്റ് പ്രോഡക്റ്റും ഒക്കെ എന്താണ്? ഗ്യാസാണ്. അത്തരം ആളുകൾക്ക് നമ്മൾ എന്ത് പറയും? ഹോമോജീനിയസ് കാറ്റലിസ്റ്റ്. ഇനി ഹെട്രോജീനിയസ് കാറ്റലിസ്റ്റ്, നമുക്കറിയാം കാറ്റലിസ്റ്റ് ആൻഡ് റിയാക്റ്റൻസ് ആർ ഇൻ ഡിഫറെൻറ്റ് ഫേസ്. അവ രണ്ടും എന്തായിരിക്കും? ഡിഫറെൻറ്റ് ഫേസ് ആയിരിക്കും. നമ്മൾ കോണ്ടാക്ട് പ്രോസസ്, മാനുഫാക്ചറിങ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്, വെനേഡിയം പെൻറ്റോക്സൈഡ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നു? കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഇതിൽ കാറ്റലിസ്റ്റും അതിലെ ബാക്കി റിയാക്റ്റൻസും എന്താണ്? ഡിഫറെൻറ്റ് ഫേസിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? ഹെറ്ററോജീനിയസ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നു. ഓക്കെ. നെക്സ്റ്റ് അഡ്സോർപ്ഷൻ തിയറി ഓഫ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്. എന്താണ് ഇതിൻ്റെ ഹെറ്ററോജീനിയസ് കറ്റാലിസിസിൻ്റെ അഡ്സോർപ്ഷൻ തിയറി? മോളിക്യൂൾസ് ഓഫ് റിയാക്റ്റൻസ്
are adsorbed at catalyst surface. Catalyst surface എന്ത് ചെയ്യും? Molecule of reactions adsorb ചെയ്യപ്പെടും. Where they form an adsorption complex. എന്ത് ഫോം ചെയ്യും? ഒരു adsorption complex ഫോം ചെയ്യും. Then decomposes to form the product molecules. Decompose ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? Product molecules ഫോം ചെയ്യും. Then take off from the surface. സർഫസിൽ നിന്ന് എന്ത് ചെയ്യും? പുറത്തു പോകും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊളോയിഡ് എന്താണെന്നാണ്. എന്താണ് കൊളോയിഡ്? കൊളോയിഡ് ഈസ് ദ ഹെറ്ററോജീനിയസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ടു കോമ്പോണൻസ്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം, ഇത് രണ്ടും ചേർന്ന ഒരു ഹെറ്ററോജീനിയസ് സിസ്റ്റത്തിനാണ് നമ്മൾ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. എന്താണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്? സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഗെറ്റിംഗ് ഡിസ്പേഴ്സ്ഡ്. ഏത് സബ്സ്റ്റൻസ് ആണോ ഡിസ്പേഴ്സ് ചെയ്യപ്പെടുന്നത് അതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? മീഡിയം ഇൻ വിച്ച് ഡിസ്പേർഷൻ ടേക്ക് പ്ലേസ്. ഏത് മീഡിയത്തിലാണോ ഡിസ്പേർഷൻ നടക്കുന്നത് അതാണ് ഡിസ്പേർഷൻ മീഡിയം. നമ്മൾ ചളിവെള്ളം, മഡി വാട്ടർ കണ്ടിട്ടില്ലേ? അതൊരു കൊളോയിഡാണ്. മിൽക്ക് കണ്ടിട്ടില്ലേ? അതൊരു കൊളോയിഡാണ്. ഓക്കെ, നമ്മൾ ഫോഗ്, സ്മോക്ക് ഒക്കെ കണ്ടിട്ടില്ലേ? അതൊക്കെ എന്താണ്? കൊളോയിഡ്സിന്റെ എക്സാമ്പിളുകളാണ്. ഓക്കെ, കൊളോയിഡുകളുടെ സൈസ് എന്ന് പറയുന്നത് 1 നാനോമീറ്ററിൻ്റെയും 1000 നാനോമീറ്ററിൻ്റെയും ഇടയിലാണ്. 1 നാനോമീറ്ററിൻ്റെയും 1000 നാനോമീറ്ററിൻ്റെയും ഇടയിലാണ് പാർട്ടിക്കിൾ സൈസ് ഓഫ് കൊളോയിഡ്. നമുക്കറിയാം ട്രൂ സൊല്യൂഷൻ എന്തായിരുന്നു? ട്രൂ സൊല്യൂഷൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 നാനോമീറ്റർ ആണ്. 1 നാനോമീറ്ററിനേക്കാൾ കുറവാണ് എന്ത്? ട്രൂ സൊല്യൂഷൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത്. സസ്പെൻഷൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ ആണ്. എന്താണ്? ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ. ഇതാണ് കൊളോയിഡ് ഹെറ്ററോജീനിയസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ടു കോമ്പണൻസ്. there are dispersed phase and dispersion medium. പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിൻ്റെയും 1000 നാനോമീറ്ററിൻ്റെയും ഇടയിലുള്ള ആളുകൾ. Okay, on the basis of physical state of dispersed phase and dispersion medium, നമ്മൾ ഇയാൾ എന്ത് ചെയ്യുന്നു? കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നു. എന്തിൻ്റെ ബേസിൽ? ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റുകൾ നോക്കുക. 8 എണ്ണമാണ് നമുക്ക് കിട്ടുന്നത്. ഗ്യാസും ലിക്വിഡും ചേർന്ന്, ഗ്യാസ്, ലിക്വിഡ്, ഫോം എന്നാണ് അല്ലെങ്കിൽ ഫ്രോത്ത് എന്നാണ് കൊളോയിഡിന് പറയുന്നത്. എക്സാമ്പിൾ സോപ്പ് ഫ്രോത്ത്. ഗ്യാസ് ഇൻ സോളിഡ്, സോളിഡ് ഫോം റബ്ബർ. ലിക്വിഡ് ഗ്യാസ്, എയറോസോൾ ഓഫ് ലിക്വിഡ്, ഫോഗ്. ലിക്വിഡ് ഇമൽഷൻ. എക്സാമ്പിൾ ആണ് മിൽക്ക്. ലിക്വിഡ് സോളിഡ് ജെൽ എന്ന് പറയും. കൊളോയിഡ് ഏതാണ്? ജെല്ലാണ്. എക്സാമ്പിൾ ചീസ്. സോളിഡ് ഗ്യാസ്, എയറോസോൾ ഓഫ് സോളിഡ്. എക്സാമ്പിൾ സ്മോക്ക്. സോളിഡ് ലിക്വിഡ്, സോൾ, നമ്മളെ പെയിന്റ്, ഇങ്കൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? സോളിൻ്റെ എക്സാമ്പിളാണ്. സോളിഡ് സോൾ, റൂബി ഗ്ലാസ് എന്തിൻ്റെ എക്സാമ്പിളാണ്? സോളിൻ്റെ എക്സാമ്പിളാണ്. നമ്മൾ ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെ ബേസിൽ വീണ്ടും കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ് ആണെങ്കിൽ, ഡിസ്പേർഷൻ മീഡിയം എന്താണെങ്കിൽ? ഗ്യാസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇയാൾ എയറോസോൾ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? എയറോസോൾ. ഇയാൾ വാട്ടർ ആണെങ്കിൽ, ഡിസ്പേർഷൻ മീഡിയം വാട്ടർ ആണെങ്കിൽ ഹൈഡ്രോസോൾ എന്ന് വിളിക്കാം. എന്താ വിളിക്കാം? ഹൈഡ്രോസോൾ. അങ്ങനെയാണെങ്കിൽ ഡിസ്പേർഷൻ മീഡിയം ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും വിളിക്കുന്നത്? എന്തായിരിക്കും വിളിക്കുക? ഇയാൾ നമ്മൾ എയറോസോൾ, ഇയാൾ ഹൈഡ്രോസോളിനെ വിളിച്ചു. അപ്പോൾ ആൽക്കഹോൾ ആണെങ്കിൽ എന്തായിരിക്കും വിളിക്കുക? ആൽക്കോസോൾ എന്ന് വിളിക്കും. ബെൻസീൻ ആണെങ്കിൽ ബെൻസസോൾ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ബെൻസസോൾ എന്ന് വിളിക്കും. നമ്മൾ പറഞ്ഞു സോൾ ഈസ് എ കൊളോയിഡൽ സിസ്റ്റം. സോളിഡ് ഡിസ്പേഴ്സ്ഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ലിക്വിഡിൽ ഡിസ്പേഴ്സ് ചെയ്തിട്ടുള്ള ഒരു കൊളോയിഡൽ സിസ്റ്റമാണ് സോൾ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ബേസ്ഡ് ഓൺ അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം, ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും അട്രാക്ഷൻ്റെ ബേസിൽ നമ്മൾ സോളിനെ എങ്ങനെ തരംതിരിക്കുന്നു? ലയോഫിലിക് സോൾ എന്നും ലയോഫോബിക് സോൾ എന്നും തരംതിരിക്കുന്നു. എന്താണ് ലയോഫിലിക് സോൾ എന്ന് പറഞ്ഞാൽ? സോൾവെന്റ് ലവിങ് സോൾ ആണ്. എന്ത്? ലയോഫിലിക്. ലയോഫോബിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സോൾവെന്റ് ഹേറ്റിംഗ് എന്നാണ് അർത്ഥം. ഓക്കെ,
അങ്ങനെ നമ്മൾ സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൊളോയിഡൽ സിസ്റ്റം ആണ്. ആര്? സോളിഡ് ലിക്വിഡിൽ ഡിസ്പേഴ്സ് ചെയ്തിട്ടുണ്ടായ ഒരു കൊളോയിഡൽ സിസ്റ്റം ആണ്. അതിനെ നമ്മൾ ലയോഫിലിക് എന്നും ലയോഫോബിക് എന്നും ക്ലാസിഫൈ ചെയ്യണം. നോക്കുക, ലയോഫിലിക്കും ലയോഫോബിക്കും. ലയോഫിലിക് ഈസ് സോൾവെന്റ് ലെവിങ് സോൾ, ലയോഫോബിക് ഈസ് സോൾവെന്റ് ഹേറ്റിംഗ്. ലയോഫിലിക് എന്താണ്? റിവേഴ്സിബിൾ ആണ്. ലയോഫോബിക് എന്താണ്? ഇറിവേഴ്സിബിൾ ആണ്. ലയോഫിലിക്കിന്റെ കേസിൽ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോഫിൽ കോസസ് പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേഷൻ നടത്തണമെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി എന്ത് വേണം? ഇലക്ട്രോഫിൽ വേണം. ലയോഫോബിക്കിന്റെ കേസ് ആണെങ്കിൽ ലെസ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രോഫിൽ കോസസ് പ്രസിപ്പിറ്റേഷൻ. നെക്സ്റ്റ് നോക്ക്, വിസ്കോസിറ്റി ഹയർ ദാൻ ഡിസ്പേർഷൻ മീഡിയ ആണ് എന്ത്? ലയോഫിലിക് സോൾസ്. അടുത്തത് ആൾമോസ്റ്റ് സെയിം. ലാസ്റ്റ് പോയിന്റ്, നോട്ട് എക്സിബിറ്റ് ടിൻഡൽ എഫക്റ്റ്. ടിൻഡൽ എഫക്റ്റ് ലയോഫിലിക് സോൾസ് എന്ത് കൊളോയിഡ്സ് എന്ത് കാണിക്കുന്നില്ല. ലയോഫോബിക് കൊളോയിഡ്സ് എന്ത് കാണിക്കുന്നു? എക്സിബിറ്റ് ടിൻഡൽ ഇഫക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ ഓഫ് ദി ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ്. അതാണ് ഫസ്റ്റ് വൺ ആണ് മൾട്ടി മോളിക്കുലാർ കൊളോയിഡ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ അഗ്രിഗേറ്റ്സ് ഓഫ് മോളിക്യൂൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ് എന്താണ്? അഗ്രിഗേറ്റ്സ് ഓഫ് മോളിക്യൂൾസ് ആണ്. എക്സാമ്പിൾ ആണ് എക്സൈറ്റ് മോളിക്യൂൾ, എസ് ഇങ്ങനെ ചേർന്നിട്ടാണ് എക്സൈറ്റ് മോളിക്യൂൾ ഉണ്ടാകുന്നത്, ഗോൾഡ് എക്സെട്ര. അടുത്തതാണ് മാക്രോ മോളിക്കുലാർ കൊളോയിഡ്. അടുത്തതാണ് എന്ത്? മാക്രോ മോളിക്കുലാർ കൊളോയിഡ്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആർ മാക്രോ ഓർ ജെയിൻഡ് മോളിക്യൂൾസ്. ജെയിൻഡ് ആയിരിക്കും അല്ലെങ്കിൽ മാക്രോ ആയിരിക്കും, അതായത് വലിയ വലിയ കോമ്പൗണ്ട്സ് ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച്, സെല്ലുലോസ്, പ്രോട്ടീൻ ഒക്കെ. നെക്സ്റ്റ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അസോസിയേറ്റഡ് കൊളോയിഡ് ലെസ് ക്വാണ്ടിറ്റി ആക്ട് ആസ് ഇലക്ട്രോലൈറ്റ്. അസോസിയേറ്റഡ് കൊളോയിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളതെങ്കിൽ അവ ആക്ട് ചെയ്യും, ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോപ്പ്, ഡിറ്റർജൻറ്റ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അസോസിയേറ്റഡ് കൊളോയിഡ് ആവും അറ്റ് ഹൈ കോൺസെൻട്രേഷൻ. അടുത്തത് ആൾസോ കോൾഡ് മിസെല്ലെ. ഇവരെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? മിസെല്ലെ എന്ന് വിളിക്കും. നമ്മൾ എന്ത് വിളിക്കും? മിസെല്ലെ. മിസെല്ലെ ഫോർമേഷൻ അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കോൾഡ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. നമ്മളൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ് നമ്മൾ മിസെല്ലെ ഫോം ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രാഫ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിലാണ് മിസെല്ലെ ഫോം ചെയ്യുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ. എന്താ പറയുക? ക്രിട്ടിക്കൽ മിസെല്ലെ കോൺസെൻട്രേഷൻ. ഇനി അടുത്തത് നോക്കാം, പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ്. പ്രിപ്പറേഷൻ ഓഫ് കൊളോയിഡ്സ്. ഫസ്റ്റ് വൺ കെമിക്കൽ മെത്തേഡ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഇതൊക്കെയാണ് കെമിക്കൽ പ്രിപ്പറേഷൻ മെത്തേഡ്. നെക്സ്റ്റ് കൊളോയിഡൽ മിൽ. ഇതൊരു ഫിസിക്കൽ മെത്തേഡാണ്. കൊളോയിഡൽ മിൽ. കൊളോയിഡൽ മിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്പെൻഷൻ. നമ്മൾ പറഞ്ഞു ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്ററിൻ്റെ മുകളിലുള്ള സസ്പെൻഷൻ ഒരു ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റാലിക് ഡിസ്കിൻ്റെ ഇടയിലേക്ക് ഇടും. എന്നിട്ട് എന്ത് ചെയ്യും? അത് റിവോൾവ് ഹൈ സ്പീഡ് അറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഊഹിച്ചാൽ അറിയാം, അത് പൊടിഞ്ഞ് കൊളോയിഡായിട്ട് മാറും. അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിൻ്റെയും 1000 നാനോമീറ്ററിൻ്റെയും ഇടയിൽ വരും. അത്തരം ഒരു മെത്തേഡിനാണ് നമ്മൾ പറയുന്നത് കൊളോയിഡൽ മിൽ. നെക്സ്റ്റ് ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ്. മെയിനായിട്ട് ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം സോളുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബ്രെഡിക്സ് ആർക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് ഇലക്ട്രിക്കൽ ഡിസൻറ്റഗ്രേഷൻ മെത്തേഡ്. എന്താ പറയുക? ഇലക്ട്രിക്കൽ ഡിസൻറ്റഗ്രേഷൻ മെത്തേഡ്. കൊളോയിഡൽ മില്ലിൻ്റെ മറ്റൊരു പേരായിരുന്നു മെക്കാനിക്കൽ ഡിസൻറ്റഗ്രേഷൻ മെത്തേഡ്. മെക്കാനിക്കൽ ഡിസൻറ്റഗ്രേഷൻ മെത്തേഡ്. അടുത്തതാണ് പെപ്റ്റൈസേഷൻ. പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡ് ആക്കുന്നു ബൈ യൂസിങ് സൂട്ടബിൾ ഇലക്ട്രോലൈറ്റ്. പ്രസിപ്പിറ്റേറ്റിനെ കൊളോയിഡ് ആക്കുന്നു ബൈ യൂസിങ് സൂട്ടബിൾ ഇലക്ട്രോലൈറ്റ് ഈസ് കോൾഡ് പെപ്റ്റൈസേഷൻ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്, റിവേഴ്സ് പ്രോസസ്സാണ് നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയും. എന്താ പറയും? കൊയാഗുലേഷൻ നമ്മൾ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് പ്യൂരിഫിക്കേഷൻ മെത്തേഡ്. പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്. നമ്മൾ ഉണ്ടാക്കിയതിനെ പ്യൂരിഫൈ ചെയ്യാണ്. ഡയാലിസിസ്, ഇലക്ട്രോ ഡയാലിസിസ്, അൾട്രാ ഫിൽട്രേഷൻ, ഇതൊക്കെ എന്തിനു ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്? പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡിന് ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ്. യൂസിങ് സെമി പെർമിയബിൾ മെംബ്രെയിൻ, ഇലക്ട്രോ ഡയാലിസിസ്, അൾട്രാ ഫിൽട്രേഷൻ. ഓക്കെ. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്. കൊളോയിഡ്സിൻ്റെ പ്രോപ്പർട്ടികൾ. ബ്രോണിയൻ മൂവ്മെൻറ്റ്. എന്താണ് ബ്രോണിയൻ മൂവ്മെൻറ്റ്? റാൻഡം ഓർ സിഗ്സാഗ് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ ഇൻ എ ഡിസ്പേർഷൻ മീഡിയം. ഒരു ഡിസ്പേർഷൻ മീഡിയത്തിൽ റാൻഡം ആയിട്ടോ അല്ലെങ്കിൽ സിഗ്സാഗ് മോഷനിലോ ഉള്ള കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രോണിയൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ടിൻഡൽ ഇഫക്റ്റ്.
Tyndall effect, scattering of light is commonly called as the Tyndall effect. Tyndall effect നടക്കുന്നതിന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ ആണ് diameter of dispersed particle not much smaller than the wavelength of the light used. Diameter of the dispersed particle is not much smaller than the wavelength of the light is used. Next condition ആണ് refractive indices of dispersed phase and dispersion medium differ greatly. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് എന്ത് നടക്കുന്നത്? Tyndall effect നടക്കുന്നത്. Tyndall effect എന്ന് പറഞ്ഞാൽ എന്താണ്? Scattering of light is called Tyndall effect. ഓക്കെ, അടുത്തതാണ് ഇലക്ട്രോഫോറസിസ്. എന്താണ് ഇലക്ട്രോഫോറസിസ്? നമ്മൾ ഇലക്ട്രോഫോറസിസ് നടക്കുമ്പോൾ ആനോഡിലേക്കാണെങ്കിൽ നമ്മൾ പറയും മൂവ്മെൻറ്റ് ടുവേർഡ്സ് ആനോഡ് ആണെങ്കിൽ നമ്മൾ പറയും ആനഫോറസിസ് എന്ന്, കാഥോഡ് ആണെങ്കിൽ നമ്മൾ പറയും കാറ്റഫോറസിസ്. ഓക്കെ, നെക്സ്റ്റ് കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ നമ്മൾ പറഞ്ഞു പെപ്റ്റൈസേഷൻ്റെ റിവേഴ്സ് പ്രോസസ് ആണ് എന്ത്? കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് ഇലക്ട്രോലൈറ്റ് റിക്വയർഡ് ഫോർ കൊയാഗുലേഷൻ. നമുക്ക് എത്ര മിനിമം ഇലക്ട്രോലൈറ്റ് വേണം എന്തിന്? കൊയാഗുലേഷൻ നടക്കാൻ. അതിന് പറയുന്ന പേരാണ് എന്ത്? കൊയാഗുലേഷൻ വാല്യൂ. ഇതിന് പറയുന്ന പേരാണെന്ത്? കൊയാഗുലേഷൻ വാല്യൂ. കൊയാഗുലേഷൻ്റെ ബേസിലാണ് നമ്മളൊരു റൂള് പറയുന്നുണ്ട്, ഹാർഡി-സ്കൾസ് റൂൾ. എന്താണ് റൂളിൻ്റെ പേര്? ഹാർഡി-സ്കൾസ് റൂൾ. എന്താണ് ഹാർഡി-സ്കൾസ് റൂൾ? ഗ്രേറ്റർ ദി വാലൻസി ഓഫ് അയൺ ക്യാരിയിങ് ചാർജ് ഓപ്പോസിറ്റ് ടു ദി കൊളോയിഡൽ പാർട്ടിക്കിൾ ഗ്രേറ്റർ ഇറ്റ്സ് പവർ ഓഫ് കോസ് ഓഫ് കൊയാഗുലേഷൻ. എന്താണ് ഹാർഡി-സ്കൾസ് റൂൾ? എന്താണെന്ന് നോക്ക്. Greater the valency of ion carrying charge opposite to the colloidal particle, greater its power of cause of coagulation. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർഡി-സ്കൾസ് റൂൾ ഡിസ്കസ് ചെയ്തു. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്. പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ലയോഫിലിക് കൊളോയിഡ് ക്യാൻ പ്രിവെന്റ് ദി കൊയാഗുലേഷൻ ഓഫ് ലയോഫോബിക് കൊളോയിഡ് known as protective colloid. Lyophilic colloid can prevent the coagulation of ലയോഫോബിക് കൊളോയിഡ് is known as പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്. ലയോഫോബിക് കൊളോയിഡിൻ്റെ കൊയാഗുലേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കും? ലയോഫിലിക് കൊളോയിഡിനെ കൊണ്ട് സാധിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ലിറ്റിൽ ജെലാറ്റിൻ ഈസ് യൂസ്ഡ് ടു പ്രൊട്ടക്റ്റ് ഗോൾഡ് സോൾ. ഗോൾഡ് സോളിൻ്റെ കൊയാഗുലേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യുന്നു? കുറച്ച് ജെലാറ്റിൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ് ഗോൾഡ് നമ്പർ? Mass in milligram of protective colloid required to prevent coagulation of 10 ml of gold zone on adding 1 ml of 10% of NaCl. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോൾഡ് നമ്പർ എന്ന് പറയുന്നത്. സ്മോളർ ദി ഗോൾഡ് നമ്പർ ഗ്രേറ്റർ ഇസ് പ്രൊട്ടക്റ്റീവ് ആക്ഷൻ. ഗോൾഡ് നമ്പർ കുറയുമ്പോൾ അതിൻ്റെ പ്രൊട്ടക്റ്റീവ് ആക്ഷൻ എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ സോൾസ് മൊത്തം പറഞ്ഞു. എന്തായിരുന്നു സോൾ എന്ന് പറഞ്ഞാൽ? സോളിഡ് ഇൻ ലിക്വിഡ്, അതാണ് സോൾ. സോളിഡ് സോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? സോളിഡ് സോൾ. വാട്ട് ഈസ് സോളിഡ് സോൾ? സോളിഡ് ഇൻ സോളിഡ് ഈസ് സോളിഡ് സോൾ. ഓക്കെ, നെക്സ്റ്റ് ഇമൽഷൻ. ഇമൽഷൻ നമുക്കറിയാം ലിക്വിഡ് ഇൻ ലിക്വിഡ് ഈസ് കോൾഡ് ഇമൽഷൻ. ലിക്വിഡ് ഇൻ ലിക്വിഡ് ഈസ് കോൾഡ് ഇമൽഷൻ. ഇമൽഷൻസ് രണ്ട് ടൈപ്സ് ഉണ്ട്. ഓയിൽ ഇൻ വാട്ടർ ഇമൽഷനും ഉണ്ട്, വാട്ടർ ഇൻ ഓയിൽ ഇമൽഷനും ഉണ്ട്. ഓയിൽ ഇൻ വാട്ടർ ഇമൽഷനും വാട്ടർ ഇൻ ഓയിൽ ഇമൽഷനും. ഓയിൽ ഇൻ വാട്ടർ ഇമൽഷനിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓയിലും ഡിസ്പേർഷൻ മീഡിയം വാട്ടറുമാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഓയിലും ഡിസ്പേർഷൻ മീഡിയം വാട്ടറുമാണ്. വാട്ടർ ഇൻ ഓയിൽ ഇമൽഷനിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് വാട്ടറും ഡിസ്പേർഷൻ മീഡിയം ഓയിലുമാണ്. ഓയിൽ ഇൻ വാട്ടറിൻ്റെ എക്സാമ്പിളാണ് മിൽക്ക്. വാട്ടർ ഇൻ ഓയിലിൻ്റെ എക്സാമ്പിളാണ് ബട്ടർ. വാട്ടർ ഇൻ ഓയിലിൻ്റെ എക്സാമ്പിളാണ് ബട്ടർ. ഓക്കെ, ഇമൽസിഫിക്കേഷൻ. എന്താണ് ഇമൽസിഫിക്കേഷൻ? പ്രോസസ് ഓഫ് മേക്കിംഗ് ഇമൽഷൻ. ഒരു ലിക്വിഡ് ഇൻ ലിക്വിഡ് ആയിട്ടുള്ള കൊളോയിഡ്, അതായത് ഇമൽഷനെ ഫോം ചെയ്യുന്ന പ്രോസസ്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഇമൽഷൻ ഈസ് നോൺ ആസ് എമൽസിഫിക്കേഷൻ. എന്താണ് ഇമൽസിഫയിങ് ഏജന്റ്? യൂസ്ഡ് ടു സ്റ്റെബിലൈസ് ഇമൽഷൻ. ഈ ഇമൽഷനെ ലിക്വിഡ് ഇൻ ലിക്വിഡിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളുകൾക്കാണ് നമ്മൾ ഇമൽസിഫയിങ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളുകളാണ് സോപ്പ്, ഡിറ്റർജൻറ്റും ഒക്കെ. നമ്മുടെ മിൽക്ക്, നമുക്ക് കിട്ടുന്ന മിൽക്കുകളിൽ നാച്ചുറൽ മിൽക്കല്ല, അല്ലാത്ത മിൽക്കുകൾ, അതിൻ്റെ ഇമൽസിഫയിങ് ഏജൻറ്റ്സ് ആണ് ആൽബുമിനൊക്കെ. ഇനി ഡിമൽസിഫിക്കേഷൻ. നമ്മൾ ഇമൽസിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി നോക്കുന്നത് ഡിമൽസിഫിക്കേഷൻ.
Process of separation of two components by boiling, freezing and changing pH. നേരത്തെ നമ്മൾ emulsify ചെയ്തു. Process of formation of emulsion. Demulsification എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? Process of separation of two components. ലിക്വിഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ്? ബോയിൽ ചെയ്തിട്ട്, ഫ്രീസ് ചെയ്തിട്ട്, pH ചേഞ്ച് ചെയ്തിട്ട്. ഓക്കെ, അത്തരം പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിമൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ഡിമൾസിഫിക്കേഷൻ. ഓക്കെ, ലാസ്റ്റ്, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആണ് അപ്ലിക്കേഷൻസ് ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡ്സിന്റെ അപ്ലിക്കേഷൻസ് എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു? ബ്ലൂ കളർ ഓഫ് സ്കൈ. നമ്മൾ കണ്ടിട്ടില്ലേ ബ്ലൂ കളർ ഓഫ് സ്കൈ? നീലാകാശം എന്നല്ലേ നമ്മൾ പറയുന്നത്. ഓക്കെ, അതിന് കാരണം എന്താണ്? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. എയറിലൊക്കെ ഉണ്ടാവുന്ന ഡസ്റ്റിൽ കൊളോയിഡൽ പാർട്ടിക്കിളിൽ ഉണ്ടാവുന്ന ലൈറ്റിന്റെ സ്കാറ്ററിങ് ആണ് ഈ ബ്ലൂ കളറിന് കാരണം. ബ്ലൂ കളർ ഓഫ് സ്കൈ അതിന്റെ കാരണം എന്താണ്? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ഈസ് കോൾഡ്, നമ്മൾ എന്താ പറഞ്ഞത്? ടിൻഡൽ ഇഫക്റ്റ്. രണ്ട് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്തത് ആർട്ടിഫിഷ്യൽ റെയിൻ. നമ്മളെ വിമാനത്തിലൊക്കെ കൊണ്ടുപോയിട്ട് സാൻഡൊക്കെ വിതറിയിട്ട് കൃത്രിമമായ പെയ്ക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ്? കൊളോയിഡുകളാണ്. ആർട്ടിഫിഷ്യൽ റെയിൻ. പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ്? കൊളോയിഡ്സ് ആണ്. എക്സാമ്പിൾ ആണ് ആലം. ഓക്കെ, ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? കൊളോയിഡ്സ് ആണ്. യൂസിങ് സിൽവർ ബ്രോമൈഡ് കൊളോയിഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫുഡ് ആർട്ടിക്കിൾ ജെലാറ്റിൻ. ബ്ലഡ് ഈസ് എൻ കൊളോയിഡൽ സൊല്യൂഷൻ ഓഫ് ആൽബുമിനോയിഡ് സബ്സ്റ്റൻസ്. നമ്മൾ ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൊളോയിഡൽ സൊല്യൂഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ക്ലോട്ടിംഗ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, മുറിഞ്ഞ സമയത്ത് ക്ലോട്ടിംഗ് ഒക്കെ നടക്കുന്നത് ഒരു കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. ഇതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സർഫസ് കെമിസ്ട്രി ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് തിയറി പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ ഡിസ്കസ് ചെയ്യും? ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ 20 ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ തിയറീസൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താണ് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഇൻ ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേം ദ വാല്യൂ ഓഫ് 1/n അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. 1/n വാല്യൂ എത്രയാണ്? ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേം. എന്താണ് ഫ്രണ്ട്ലി അഡ്സോർപ്ഷൻ ഐസോതേമിൽ? x/m ഈസ് ഈക്വൽ ടു k ഇൻറ്റു p⁻1/n എന്നായിരുന്നു. 1/n നമുക്ക് n എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റജർ ആണ്, ഗ്രേറ്റർ ദാൻ 1 അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മിനിമത്തിൽ എടുക്കുകയാണെങ്കിൽ n ഏറ്റവും മിനിമം എടുക്കുകയാണെങ്കിൽ 1 ആയിരിക്കും വരിക. അപ്പോൾ 1/1 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പം മാക്സിമം വരികയാണെങ്കിൽ ഇൻഫിനിറ്റി ആണ്. 1/∞ ഈസ് ഈക്വൽ ടു 0. അപ്പം എപ്പോഴും എന്തായിരിക്കും? 0ക്കും 1നും ഇടയിലുള്ള ഒരു സംഖ്യയായിരിക്കും 1/n എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ ഏതാണ്? എ ആണ്. ഓപ്ഷൻ എ, ബിറ്റ്വീൻ 0 and 1 ഈസ് ഇൻ ആൾ കേസസ്. അതാണ് ഇതിൻ്റെ ആൻസർ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു കെമീസ് ഓപ്ഷൻ? കെമീസ് ഓപ്ഷന് അപ്ലിക്കബിൾ അല്ലാത്ത തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? 4 സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ലോ, ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ, ഇറ്റ് ഈസ് ഹൈലി സ്പെസിഫിക്. ഇതൊക്കെ എന്താണ്? സ്യൂട്ടബിൾ ആണ്. അപ്പം നാലാമത്തെ നോക്കുക. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇൻഡിപെൻഡൻ്റ് ആണോ ടെമ്പറേച്ചറിന് കെമീസ് ഓപ്ഷൻ? അല്ല. നമുക്കറിയാം കെമീസ് ഓപ്ഷനിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ഫസ്റ്റ് എന്ത് ചെയ്യും? കെമീസ് ഓപ്ഷനിൽ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് കെമീസ് ഓപ്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും, ദെൻ ഡിക്രീസ് ചെയ്യും. ഓക്കെ, നമ്മളത് പറഞ്ഞു കഴിഞ്ഞ സാധനമാണ്. ഓക്കെ, അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഡി ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടെമ്പറേച്ചർ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ തേർഡ് ക്വസ്റ്റ്യൻ? അഡ്സോർപ്ഷൻ ഈസ് ആൾവേസ്, നമുക്ക് കണ്ണും പൊട്ടി പറയാം, എക്സോതേർമിക്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. റെഡി? നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് അഡ്സോർബ്ഡ് ഗ്യാസ് ഓൺ ആക്ടിവേറ്റഡ് ചാർക്കോൾ. ഏതാണ് മോസ്റ്റ് അഡ്സോർബ്ഡ് ഗ്യാസ് ആക്ടിവേറ്റഡ് ചാർക്കോളിൻ്റെ? 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. N2, H2, CO2 ആൻഡ് CH4. മോർ ഈസിലി ലിക്വിഫയബിൾ ഗ്യാസസ് അബ്സോർബ് റെഡ്ലി. നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലേ? ഗ്യാസസ് വിത്ത് ഹയർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്തായിരിക്കും? റെഡ്ലി അബ്സോർബ് ചെയ്യും. അപ്പം ഇതിലാർക്കാണ്
മോർ ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉള്ളത് നോക്കിയാൽ മതി. ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉള്ള ആൾ തന്നിരിക്കുന്നതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 304 ആണ്. രണ്ടാമത് CH4 ആണ് 190, പിന്നെ നൈട്രജൻ, പിന്നെ ഹൈഡ്രജൻ. ഓക്കെ, അപ്പം അതാണ് ആൻസർ ഓപ്ഷൻ സി, CO2. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ചാർജ് ഓൺ S2S3 സോൾഡ് ഡ്യൂ ടു ദി അഡ്സോർബ്ഡ് സൾഫൈഡ് അയോൺ അല്ലേ, 2-. റെഡി? അതായത് ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് കൈൻഡ് ഓഫ് കാറ്റലിസിസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബൈ ദി അഡ്സോർപ്ഷൻ തിയറി? ഹെട്രോജീനസ് കറ്റാലിസിസ്. റെഡി? നമുക്കറിയാം ഓപ്ഷൻ സി ആണ് ആറാമത്തിൻ്റെ ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ട്. 50 ml of 1 molar oxalic acid is shaken with 0.5 gram of wood charcoal. The final concentration of the solution after adsorption is 0.5 molar. Amount of oxalic acid adsorbed per gram of charcoal is. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എമൗണ്ട് ഓഫ് ഓക്സാലിക് ആസിഡ് അബ്സോർബ്ഡ് പെർ ഗ്രാം, ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ കാണുന്നുണ്ട് ഓക്സാലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ COOH അല്ലേ, മോളിക്കുലർ വെയിറ്റ് 126 ആണ്. ഇനീഷ്യൽ എമൗണ്ട് ഓഫ് ഓക്സാലിക് ആസിഡ് ഇൻ 50 ml ഈസ്, നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കാം. മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ WV/MB × 1000 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ml അല്ലേ. ഓക്കെ, അപ്പം 1 മോളാറിൻ്റെത് WV/126 × 1000 ഡിവൈഡ് ബൈ 15 കിട്ടും. നമുക്ക് അറിയാം 126 മോളിക്കുലാർ വെയിറ്റ്, 1000 50 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. WV ആണ് നമുക്കിതിൽ കണ്ടുപിടിക്കാനുള്ളത്. 1 × 126 × 50 ഡിവൈഡഡ് ബൈ 1000 ഈസ് ഈക്വൽ ടു 6.3 ഗ്രാം എന്ന് കിട്ടും. ഇനി നമ്മൾ നോക്കുക എമൗണ്ട് ഓഫ് ഓക്സാലിക് ആസിഡ് ഇൻ 50 ml ആഫ്റ്റർ അഡ്സോർപ്ഷൻ. എമൗണ്ട് ഓഫ് ഓക്സാലിക് ആസിഡ് ഇൻ 50 ml ആഫ്റ്റർ അഡ്സോർപ്ഷൻ ഈസ് എത്ര കിട്ടും? നമുക്ക് 3.15 കിട്ടും. റെഡി? അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എമൗണ്ട് ഓഫ് ഓക്സാലിക് ആസിഡ് അഡ്സോർബ്ഡ് ഇൻ പെർ ഗ്രാം ഓഫ് ചാർക്കോളാണ്. ഈസ് ഈക്വൽ ടു 3.15 × 2 6.3 ഗ്രാം എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 7ൻ്റെ ഓപ്ഷൻ സി ആണ്. റെഡി? എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. എ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ദ ഓക്സിഡേഷൻ ഓഫ് SO2 ടു SO3. ഇതേതാണ് റിയാക്ഷൻ? ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോണ്ടാക്റ്റ് പ്രോസസ്സ് അല്ലേ. V2O5 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സി ആണ്, ഓപ്ഷൻ സി ആണ് 8ൻ്റെ ആൻസർ. 9th ക്വസ്റ്റ്യൻ, റിയാക്ഷൻസ് ഇൻ സിയോലേറ്റ് കാറ്റലിസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ. എന്താണ് സിയോലേറ്റ്? സിയോലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റലിസ്റ്റ് ആണ്. ഇറ്റ് ഈസ് എ മൈക്രോസ്പോറസ് അലൂമിനോ സിലിക്കേറ്റ്. ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ആണ്. ഇയാളെ നമ്മൾ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രികളിലാണ് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ടു കൺവേർട്ട് ആൽക്കഹോൾ ടു ഗ്യാസലിൻ. ഓക്കെ, ഇയാളുടെ ZSM5 എന്ന് പറയുന്ന ആൾ ഇയാളുടെ ഒരു എക്സാമ്പിളാണ്. റിയാക്ഷൻ ഇൻ സിയോലേറ്റ് കാറ്റലിസ്റ്റ് ഈസ് ഡിപ്പെൻഡ് ഓൺ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സിയോലേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. സിയോലേറ്റ് ഈസ് എ ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ആണ്. അതുകൊണ്ട് പോസ്, അപ്രോച്ച്, സൈസ് ഓഫ് കാവിറ്റീസ് ഇതൊക്കെ എന്താണ്? കറക്റ്റാണ്. ആൾ ഓഫ് ദിസ് ആർ കറക്റ്റ് അല്ലേ, ഡിപ്പെൻഡ്സ് ആണ്. റെഡി? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ ആണ്. ഇൻ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രി alcohol are directly converted to gasoline by passing over heated. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് ZSM5. റെഡി? ഓപ്ഷൻ ബി. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ റിഡോക്സ് റിയാക്ഷൻ. ഒരു റിഡോക്സ് റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദ അയോൺ ആക്ടിങ് ആസ് ഓട്ടോ കാറ്റലിസ്റ്റ് ഈസ്. ഇതിൽ തന്നിരിക്കുന്ന ഓട്ടോ കാറ്റലിസ്റ്റ് ഏതാണ്? Mn2+ ആണ് തന്നിരിക്കുന്നതിൽ ഓട്ടോ കാറ്റലിസ്റ്റ്. ഓക്കെ, ഫ്രണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാം. റെഡി? 12th ക്വസ്റ്റ്യൻ നോക്കുക. ഫോർ ദ സ്റ്റഡി ഓഫ് കാറ്റലിറ്റിക് റിയാക്ഷൻ വാസ് അവാർഡഡ് നോബൽ പ്രൈസ്. ആരാണ് കാറ്റലിറ്റിക് റിയാക്ഷൻ്റെ കാര്യത്തിൽ നോബൽ പ്രൈസ് അവാർഡ് ചെയ്ത ആൾ? നമുക്കറിയാം വിൽഹെം ഓസ്റ്റ്വാൾഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് 1909 നോബൽ പ്രൈസിന് അർഹനായത്. ഓക്കെ, ഓപ്ഷൻ എ. റെഡി? 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് മെത്തനോൾ ഫ്രം വാട്ടർ ഗ്യാസ് ഈസ്. നമുക്കറിയാം വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ.
അതിന് സിൻ ഗ്യാസ് എന്ന് വിളിക്കും. കാരണം ഇയാൾ യൂസ്ഡ് ഫോർ ദ സിന്തസിസിങ് ഓഫ് മെത്തനോൾ ആൻഡ് ഹൈഡ്രോ കാർബൺസ്. ഓക്കെ, അപ്പം ഇതിൽ ചോദിച്ചിരിക്കുന്നത് കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് മെത്തനോൾ ഫ്രം വാട്ടർ ഗ്യാസ് ഈസ് ഓപ്ഷൻ സി ZnO പ്ലസ് Cr2O5. അതാണ് ആൻസർ. റെഡി? 14th ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഈസ് എ ലിക്വിഡ് ആൻഡ് ദി ഡിസ്പെർഷൻ മീഡിയം ഈസ് സോളിഡ്, ദ കൊളോയിഡ് ഈസ് നോൺ ആസ്. ഏതാണ്? ലിക്വിഡ് ഇൻ സോളിഡ് ജെല്ലാണ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. റെഡി? 15th ക്വസ്റ്റ്യൻ നോക്കുക. An example of an associated colloid is soap solution. നമുക്കറിയാം. റെഡി? ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി. ഓക്കെ, 16th ക്വസ്റ്റ്യൻ നോക്കുന്നു. ബട്ടർ ഈസ് കൊളോയിഡ്. ഇറ്റ് ഈസ് ഫോംഡ് വെൻ. 4 ഓപ്ഷൻസ് ആണുള്ളത്. എ ഫാറ്റ് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ സോളിഡ്, അല്ല, നമുക്കറിയാം. ബി ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആർ ഡിസ്പേഴ്സ്ഡ് ഇൻ വാട്ടർ, അല്ല. മൂന്നാമത്തത് വാട്ടർ ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ ഫാറ്റ്. കറക്റ്റ് ആൻസർ സി. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ നോക്കൂ. Different colloidal particles of gold having different colors obtained from different method due to. നമുക്കറിയാം different radius of colloidal particle. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 18th ക്വസ്റ്റ്യൻ നോക്കുക. To coagulate gelatin sole, which one of the following is most effective? ഇതിലേതാണ് മോസ്റ്റ് എഫക്റ്റീവ് എന്ന് ചോദിച്ചത്. ജലാറ്റിൻ എന്ന് പറയുന്ന ഒരു ഇയാൾ നെഗറ്റീവാണ് അല്ലേ? നമുക്കറിയാം അക്കോർഡൻസ് വിത്ത് ഹാർഡി-സ്കൾസ് റൂൾ മോസ്റ്റ് പോസിറ്റീവ് ചാർജ്, ഓപ്പോസിറ്റ് ചാർജ് ഉള്ള ആളായിരിക്കും മോസ്റ്റ് എഫക്റ്റീവ്. ഇതിലേതായിരിക്കും? NaCl എന്ന് പറയുമ്പോൾ Na+ ആണ്. Na3PO4 അതും Na+ ആണ്. Al3+ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അയാളായിരിക്കും മോസ്റ്റ് എഫക്റ്റീവ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അക്കോർഡൻസ് വിത്ത് ഹാർഡി-സ്കൾസ് റൂൾ. റെഡി? ഹാർഡി-സ്കൾസ് റൂൾ എന്താണെന്ന് അറിയാലോ? ഓക്കെ, 19th ക്വസ്റ്റ്യൻ നോക്കാം. സെയിം ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോർ coagulating S2S3 colloidal solution, which of the following will have the lowest coagulation value? നമുക്കറിയാം S2S3 നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ആളാണ്. തന്നിരിക്കുന്ന 4 ഓപ്ഷൻസ് NaCl Na+ ആണ്, KCl K+ ആണ്, BaCl2 Ba2+ ആണ്, AlCl3 Al3+ ആണ്. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ അക്കോർഡൻസ് വിത്ത് ഹാർഡി-സ്കൾസ് റൂൾ. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഈസ് ബ്രോം പെയർ? തന്നിരിക്കുന്നതിൽ ഏതാണ് ബ്രോം പെയർ? സ്റ്റാർ സൊല്യൂഷൻ ഒരു സോളാണ്. അക്വസ് NaCl ഒരു ട്രൂ സൊല്യൂഷൻ ആണ്. മിൽക്ക് ഈസ് എൻ ഇമൽഷൻ അല്ലേ? ലിക്വിഡ് ഇൻ ലിക്വിഡ്, അതാണ് മിൽക്ക്, ഇമൽഷൻ ആണ്. അക്വസ് ബേരിയം സൾഫേറ്റ് ഇറ്റ്സ് എ ട്രൂ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? തെറ്റായിട്ടുള്ള പെയറാണ്. ഓക്കെ, കാരണം ബേരിയം സൾഫേറ്റ് ഈസ് സ്പാരിംഗ്ലി സോളിബിൾ സാൾട്ട്, നോട്ട് ട്രൂ സൊല്യൂഷൻ. ഇയാൾ എന്തല്ല? ഒരു ട്രൂ സൊല്യൂഷൻ അല്ല, സ്പാരിംഗ്ലി സോളിബിൾ ആയിട്ടുള്ള ഒരു സാൾട്ടാണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ടെസ്റ്റ് യുവർ സെൽഫായിട്ട് ഒരു 20 ക്വസ്റ്റ്യൻസ് കൂടി തരാം. നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, താങ്ക് യു.